ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി. സ്വപ്നത്തിലേ പറയണോ? എനിക്ക് പറയാൻ വയ്യ, എങ്ങനെ ഞാൻ പറയും നിങ്ങളോട്? പറയണോ? ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഞാൻ കാണേണ്ടതുപോലെ കണ്ടു. മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു, കവളിൽ ഉമ്മ തന്നു, കെട്ടിപ്പിടിച്ചു, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തിയ നബി എന്നോട് പറയാ, നീ എനിക്ക് വേണ്ടി 37 കോടി സ്വലാത്ത് ചെല്ലിപ്പിച്ചില്ലേ, നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ, നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം, പണവും തരാം, വീടും തരാം, മജ്ലിസും തരാം. എനിക്ക് മുത്തുനബി ഒരു 3 ഏക്കർ സ്ഥലം കാണിച്ചു തന്നു. 3 കോടി രൂപയാ. ഗൂഗിൾ പേ വെക്കൂല. അത് മുത്തുനബി തന്നെ വാങ്ങി തരാന്ന് പറഞ്ഞു. അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു. മുത്തുനബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി റമദാൻ വരെ ഗൂഗിൾ പേ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. നീ അതൊന്നും വെക്കാതെ മജ്ലിസ്. ഒരാൾക്ക് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയുമോ? നമ്മുടെ ഹദീസ് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയാണ്, മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി. നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. ഫഇന്ന ശൈത്വാന ലാ യതഖയ്യലു ബി. ശൈത്താൻ ഒരിക്കലും എന്റെ രൂപത്തിൽ വരാൻ കഴിയൂല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സ്വഹാബിമാരോടാ പറയുന്നത്. അഥവാ ഉണർച്ചയിൽ പ്രവാചകനെ കണ്ട സ്വഹാബത്തിന് ഉറപ്പിച്ചു പറയാം, അവരുടെ സ്വപ്നത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും കാണാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരാൾ പറയാണ്, എന്റെ സ്വപ്നത്തിൽ ഒരാൾ വന്നു, നല്ല താടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു, അയാൾ പറഞ്ഞു ഞാൻ നബിയാണെന്ന് പറഞ്ഞു, എന്നിട്ട് എന്നോട് കുറെ നിയമങ്ങൾ പറഞ്ഞു. എങ്ങനെ വിശ്വസിക്കും? സ്വഹാബിമാരാണ് കണ്ടതെങ്കിൽ അവർക്ക് ഉറപ്പിച്ചു പറയാം, കാരണം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരാണ്. നബിയെ നേർക്ക് നേരെ അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിന് ഒരിക്കലും വേഷം മാറിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടോ ഇടപെടാൻ കഴിയൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വഹാബിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നബിയെ ധാരാളമായി സ്വപ്നം കണ്ട ആളുകളുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട ആളാണ്. അദ്ദേഹം തൻ്റെ അടുക്കൽ ദീന് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് ദീനിയായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഏതെല്ലാം ഹദീസുകൾ പറയുന്നുണ്ടോ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ നിറയും. എന്നിട്ട് പറയും, ഞാൻ ഇന്നലെയും എൻ്റെ ഖലീലിനെ കണ്ടിരുന്നു, ഞാൻ ഇന്നലെയും എൻ്റെ പ്രവാചകനെ കണ്ടിരുന്നു എന്ന് പറയും. അത് പറയുമ്പോഴൊക്കെ അവർ കരയുന്നുണ്ടാവും. അഥവാ അവരുടെ ജീവിതത്തിൽ, അവരുടെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും കള്ളമാണെന്ന് പറയാൻ കഴിയൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത ഒരാളുടെ വിഷയത്തിൽ ഏത് തരത്തിലാണത് ഉറപ്പിച്ചു പറയാൻ കഴിയുക? എന്നാൽ ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഈ തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും അവരുടെ സംസാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ വാചകങ്ങൾക്കൊക്കെ ശേഷം വരുന്നത് പിരിവായിരിക്കും. അവരുടേതായ സാമ്പത്തികമായ ആവശ്യങ്ങളായിരിക്കും. ഇനി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു എന്ന് തന്നെ വിചാരിക്കും. സ്വപ്നം കണ്ടാൽ അയാൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ദീനിയായിക്കൊണ്ട് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണണമെങ്കിൽ നേർക്ക് നേരെ ആദ്യ നബിനെ കണ്ടിട്ടുണ്ടാവണം. അതല്ലാത്ത പലതും ചില ചിന്തകൾ വെച്ചുകൊണ്ട്, ഏതെങ്കിലും വായിച്ച അറിവുകൾ വെച്ചുകൊണ്ട് മാത്രം പറയുന്ന ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് നമ്മൾ കണ്ടാൽ പോലും അതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമല്ല. പല ആളുകളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. അയാൾ സംശുദ്ധമായ ജീവിതം കാഴ്ചവെക്കുന്ന ആളാണെങ്കിൽ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം. കണ്ടാൽ പോലും അതെല്ലാവരോടും പറഞ്ഞുകൊണ്ട് അത് ചൂഷണത്തിനുള്ള ഒരു വഴിയായി സ്വീകരിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യവും, കാണാത്ത ഒരു കാര്യം കണ്ടു എന്നും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, മിൻ അഫ്റൽ ഫിറ, വ്യാജങ്ങളിൽ ഏറ്റവും വലിയ വ്യാജ ആരോപണം എന്ന് പറഞ്ഞാൽ അയ്യുരിയ ഐനൈഹി മാ ലം തറ, അവൻ കാണാത്ത ഒരു കാര്യം കണ്ടു എന്ന് പറയലാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഏറ്റവും വലിയ വ്യാജ ആരോപണം എന്ന് പറഞ്ഞാൽ കാണാത്ത ഒരു കാര്യം കണ്ടു എന്ന് പറയാം. എത്ര ആളുകളാണ് അതിനുവേണ്ടി മാത്രം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ തരത്തിൽ കാണാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിപ്പിടിച്ചു, മുത്തം നൽകി എന്നൊക്കെ പറയുന്ന എത്ര മതപുരോഹിതന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹനെ സൂക്ഷിക്കണം. ഏറ്റവും വലിയ വ്യാജ ആരോപണം കാണാത്തത് കണ്ടു എന്ന് പറയലാണ്. ഇനി ചില ആളുകളാവട്ടെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകളുടെ സ്വപ്നങ്ങളെ അത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്.
ഏത് സ്വപ്നം കണ്ടു കഴിഞ്ഞാലും അത് മൂപ്പരോട് ചോദിച്ചാൽ മതി. അത് ഇന്ന പുസ്തകത്തിൽ നോക്കിയാൽ മതി. അതിനുവേണ്ടി മാത്രമായിട്ട് പുസ്തകം രചിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി മാത്രമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരും. ഞാൻ ഈ വിഷയം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബുകൾ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അതിനു വേണ്ടി മാത്രം സ്വപ്ന വ്യാഖ്യാനം നടത്താൻ വേണ്ടി മാത്രം യൂട്യൂബ് ചാനലുകൾ. പല ആളുകളും ചോദ്യം ചോദിക്കുക, അതിനനുസരിച്ച് കൊണ്ട് ഉത്തരം പറയാം. പല ആളുകളും എടുക്കുന്നതാവട്ടെ മുമ്പ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ്. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വേറെയും ആളുകളുണ്ട്. ഞാൻ ആ ചർച്ചകളിലേക്ക് പോകുന്നില്ല. എന്നാൽ അദ്ദേഹം ചില വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത്, എനിക്ക് യാതൊരു ഉറപ്പില്ല, ഇതിങ്ങനെയാണെന്ന് പറയാൻ ഒരു ഉറപ്പില്ല. ചില സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതായിരിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയൂല. ഇതാണ് അദ്ദേഹം പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്വഹാബിമാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വഹാബിമാരെ കണ്ട് ദീന് മനസ്സിലാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനിയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇമാം മാലിക്കിന്റെ അടുക്കൽ വന്നിട്ട് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വപ്നത്തിനെങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഓരോരുത്തരും അവർ കണ്ട സ്വപ്നങ്ങൾ അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിവുള്ള ആളുകൾ അതിന് കേട്ടതിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ നുബൂവത്ത് കൊണ്ടാണോ കളിക്കണത്? ആ വാക്ക് ശ്രദ്ധിക്കണം. നുബൂവത്ത് കൊണ്ടാണോ നിങ്ങൾ കളിക്കണത്? കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വപ്നം എന്നുള്ളത് നുബൂവത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് കളിക്കാൻ പാടില്ല, തോന്നിയത് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ചില ആളുകളുണ്ട്, പാമ്പിനെ കണ്ടാൽ എന്താ നിയമം, മരിച്ചുപോയ വാപ്പയെ കണ്ടാൽ എന്താ നിയമം, ഞാൻ മരിക്കുന്നത് സ്വപ്നം കണ്ടാൽ എന്താ നിയമം, അതിന്റെയൊക്കെ വ്യാഖ്യാനം എന്താ, ഓരോരുത്തരും ചോദിച്ചുകൊണ്ടേയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കേണ്ടത് വഹയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അത് ഉറപ്പിച്ചു പറയാൻ കഴിയൂ. വഹയില്ലാത്ത ഒരാൾക്കും കഴിയൂല. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, എന്നാൽ ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് പ്രവാചകൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അവൻ ഏതെങ്കിലും സ്വപ്നം കണ്ട ആളുകൾ ആ സ്വപ്നം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ അതിന് മറുപടി കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ കണ്ട കാര്യങ്ങൾ നബിയും പറയും. നബിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരാരാ? സ്വഹാബിമാരാണല്ലോ. അവര് സ്വപ്നം കണ്ടിട്ട് നബിയോട് അവർ പറയാണ് അതിന്റെ വ്യാഖ്യാനം കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ എന്റെ സ്വപ്നം എനിക്ക് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഒരിക്കൽ ഒരാൾ വന്നിട്ട് ഒരു സ്വപ്നം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉള്ള വലിയൊരു സ്വപ്നമാണ്. അത് മുഴുവൻ അയാൾ പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഇതിന്റെ വ്യാഖ്യാനം ഞാൻ പറയാം, ഇതിന്റെ വ്യാഖ്യാനം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു, നിങ്ങൾ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന്റെ ഭാഗങ്ങൾ ഓരോന്നും വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ പറഞ്ഞു ശരിയല്ലേ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കുറച്ച് ശരിയും കുറച്ച് തെറ്റുമാണ്, കുറച്ച് ശരിയും കുറച്ച് തെറ്റുമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, ഇനി മുതൽ നിങ്ങൾ എല്ലാ വ്യാഖ്യാനവും നടത്തിക്കോളി എന്നല്ല. ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ സ്ഥാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരാരും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം എല്ലാവരും അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വരും. അദ്ദേഹം വ്യാഖ്യാനം നടക്കുന്ന ആളാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വരും. അദ്ദേഹം ഒരുപാട് അറിവുള്ള ആളല്ലേ, അദ്ദേഹം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പള്ളിയിലേക്കോ അവരുടെ വീട്ടിലേക്കോ ആരെയും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചോദിക്കുന്നതും അത് അന്വേഷിച്ച് നടക്കുന്നതും ഇസ്ലാമിൽ വലിയ കാര്യമല്ല, അത് വലിയ പുണ്യമുള്ള കാര്യമല്ല എന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല സ്വപ്നം കാണണോ എങ്കിൽ ജീവിതത്തിൽ മുഴുവൻ നല്ലവരായിക്കൊണ്ട് ജീവിക്കുക.